സുധീഷ്, ദുബായ് എയർ ഷോയ്ക്കിടെ നമ്മുടെ തേജസ് വിമാനം തകർന്നു വീണത് നമുക്കറിയാം. അപ്പോൾ അതൊരു നിർഭാഗ്യകരമായ സംഭവമാണ്. രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വലിയ ലോകത്തിലെ തന്നെ വലിയൊരു എയർ ഷോയിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായത് നമ്മളെ സംബന്ധിച്ച് നിർഭാഗ്യകരമാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു ആ ഒരു സമയത്ത് അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ എന്തായിരിക്കും തേജസ് എന്ന് പറയുന്ന ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഫൈറ്റർ ജെറ്റ് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായത്? അത് നമ്മളെ ഏതൊക്കെ വിധത്തിൽ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്? ആദ്യമേ തന്നെ വിങ് കമാൻഡർ നമൻ സിയാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. ഏറ്റവും ദുഃഖദമായ കാര്യമാണ്. ദുബായ് എയർ ഷോ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തി ആർജിച്ച 4 എയർ ഷോകളിലൊന്നാണ്. അത് കൊണ്ട് തന്നെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള പണക്കൊഴുപ്പ് കാണിക്കുന്ന ഒരു എയർ ഷോ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഈ എയർ ഷോയിൽ ഈ എന്താ പറയുക പൈസയുടെ ഒരു ഒഴുക്ക് ഉള്ളത് തന്നെ ആണ് ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിൻ്റെ ഒരു കാരണവും. ദുബായിലെ ആ എയർ ഷോയിൽ നവംബർ 21 ഏറ്റവും പ്രൈം സ്ലോട്ട്, ഉച്ചയ്ക്ക് ആൾക്കാരൊക്കെ ഉള്ള ഏറ്റവും പ്രൈം ആയിട്ടുള്ളൊരു ടൈം സ്ലോട്ടായിരുന്നു തേജസ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് ഏകദേശം ഉച്ചയ്ക്ക് 4:10 കൂടിയിട്ടാണ് ഈ ക്രാഷ് നടക്കുന്നത്. ഇത് ഒരു നെഗറ്റീവ് ജി മനുവറിന് ശേഷം ആണ് വിമാനം തിരിച്ച് റിക്കവർ ആയില്ല, ആ ഇതിൽ പോയി ക്രാഷ് ആവുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഈ തേജസിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വികസിപ്പിച്ചതാണ്, സ്വന്തമായിട്ട് വികസിപ്പിച്ചതാണ്. അതിൻ്റെ ഒരു ഡിസൈൻ ഫീച്ചർ എന്ന് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. തേജസ് എന്ന് പറയുന്ന ഒരു ഡെൽറ്റ വിങ് ടെയിൽലെസ് ഡിസൈൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ടെയിൽലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലൊരു ചെറിയ വാലുണ്ട് മുകളിലേക്ക് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത്. അതിനെപ്പറ്റി അല്ല പറയുന്നത്. ഹൊറിസോണ്ടലായിട്ട് സാധാരണ ഇപ്പം സുഖോയുടെയൊക്കെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടൊരു എന്താ പറയുക ഫ്ലാപ്പ് പോലെ ഒരു വാല് കാണാം. അത് ഏറ്റവും പുറകിലായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു വാലാണത്. അങ്ങനെയുള്ളൊരു വാലില്ല. ഇതൊരു ഡയമണ്ട്, അതൊരു ഡെൽറ്റ ഷേപ്പിലുള്ള ഒരു വിമാനം. അതിൻ്റെ ബാക്കിൽ ഒരു വെർട്ടിക്കലായിട്ടൊരു ടെയിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ അത് കൺട്രോള്. ഈ കൺട്രോള് പൊതുവെ നോക്കിക്കുമ്പോഴത്തേക്ക് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് തോന്നുമെങ്കിൽ പോലും ഈ സാധനത്തിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പെക്യുലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിൻ്റെ എയറോഡൈനാമിക് സെൻറ്ററിൻ്റെ പുറകിലാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അതായത് വിമാനം എപ്പോഴും എയറോഡൈനാമിക് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പട്ടത്തേൽ നൂല് കിട്ടുന്ന ഏകദേശം അതിൻ്റെ ഒരു എയറോഡൈനാമിക് സെൻറ്റർ നോക്കിയിട്ടാണ്. എന്നാലേ അതിനൊരു കൃത്യമായിട്ട് നമുക്ക് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് നിൽക്കും. ആ കാറ്റ് വന്ന് വീശി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇതിൽ നിൽക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ വിമാനത്തിനൊരു എയറോഡൈനാമിക് സെൻറ്റർ ഉണ്ട്. ഈ ത്രസ്റ്റിൻ്റെ ഒരു കാറ്റിൻ്റെ ഒരു ദിശ വെച്ചിട്ട് ഇതിനൊരു ലിഫ്റ്റും ത്രസ്റ്റും ഒക്കെ വരുമല്ലോ. അപ്പോൾ ആ ലിഫ്റ്റിൻ്റെ ആ ഒരു ഏകദേശം നടുക്കായിട്ടാണ് ഇതിന് എയറോഡൈനാമിക് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ എയറോഡൈനാമിക് സെൻറ്ററിൻ്റെ പുറകിൽ വെയിറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും വിമാനം ശരാശരി ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ വിമാനത്തിന് മുകളിലോട്ട് നോസ് മുകളിലേക്ക് പൊങ്ങാനായിട്ടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ടെൻഡൻസി. അതിന് വേണ്ടിയിട്ട് തന്നെ അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു വിമാനത്തിൽ നമ്മൾ ജിയുടെ എൻജിനാണ് പിടിപ്പിച്ചിരിക്കുന്നത്. 84 കിലോ ന്യൂട്ടനാണ് ഈ എൻജിൻ്റെ ഒരു പവർ. നമ്മുടെ സുഖോയിലൊക്കെ വരുന്നത് എന്നെക്കാട്ടി കുറച്ചുകൂടെ കുറവാണ്, പവർ കുറച്ച് കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിനത് മതി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേജസ് എന്ന് പറയുന്ന വിമാനം സ്റ്റേബിൾ അല്ലാതെ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പി വെട്ടിത്തിരിയുക അങ്ങനെ ഒരു യുദ്ധവിമാനമല്ല. അതിന് ഏറ്റവും വേണ്ടത് അജിലിറ്റിയാണ്. അതായത് എങ്ങനെ വേണേൽ നമുക്ക് മനൂവർ ചെയ്യാൻ പറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ സാധനം ശരിക്കും ഇൻസ്റ്റേബിളായിട്ട് തന്നെ, ഇൻസ്റ്റേബിൾ എന്നല്ല അതിന് പറയുക. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ വിളിച്ച പേരെന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്റ്റേബിൾ സിസ്റ്റം എന്നാണ് ഇതിനെ വിളിച്ചത്. ഏതാണ്ടൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുന്നു, എന്നാൽ ചെറിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ, ചെറിയ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഈ സാധനം വെട്ടിത്തിരിഞ്ഞ് പോകും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഒരു ഫൈറ്റർ ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സംഗതിയാണ് ഈ
എന്താ പറയുക മാനുവറിങ്ങിൽ ഏറ്റവും ഡോഗ് ഫൈറ്റിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സംഗതിയാണ് ഈ അജിലിറ്റി എന്ന് പറയുന്നത്. വെട്ടിത്തിരിഞ്ഞു പോവുക, അതുപോലെ തന്നെ ചാടി ഒഴിയുക, ഒരു കളരി, ആ ഒരു ലൈനിൽ സംഗതി അത് തന്നെയാണ് കാര്യം. അതുകൊണ്ട് തന്നെ ഈ സാധനത്തിനെ മനുഷ്യർക്ക് അത്ര ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ക്വാഡ്രാപ്ലെക്സ് ആയിട്ടുള്ള ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം. അതായത് 4 ചാനലാണ് ഓരോ കൺട്രോളിനും വരുന്നത്. അതിലേതെങ്കിലും ഒരു ചാനൽ എന്തെങ്കിലും ഇതുകൊണ്ട് വർക്ക് ആവാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൺട്രോൾ ബാക്കിയുള്ള 3 ചാനലിൽ വർക്ക് ചെയ്യണം. 2 ഡൗൺ ആയി പോയി എന്ന് വെച്ചോ, ബാക്കിയുള്ള 2 വർക്ക് ചെയ്യണം. അങ്ങനെ റിഡൻഡൻസിക്ക് വേണ്ടിയിട്ടാണ് ഒരു വയർ ഇടുന്നതിന് പകരം 4 വയർ ഇട്ടിരിക്കുന്നു എന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ 4 ചാനലിലാണ് ഇതിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ ക്വാഡ്രാപ്ലെക്സ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. റിഡൻഡൻസിക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മെക്കാനിക്കലായിട്ട് പഴയ നമ്മുടെ മിഗ് പോലുള്ള പഴയ യുദ്ധവിമാനങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രോളുകൾ മുഴുവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേ വയറും അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. ഇതിൻ്റെ അങ്ങനെയല്ല, ഫ്ലൈ ബൈ വയറാണ്. കൺട്രോള് വന്നു കഴിയുമ്പോഴത്തേക്കും ഫുള്ള് ഇലക്ട്രിക്കലി പോയിട്ടാണ് ഇതിൻ്റെ ഫുൾ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. ഈ FCS ആ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ ഗവേണിംഗ് ആയിട്ടുള്ള ലോസ് ഉണ്ട്, കൺട്രോൾ ലോസ്, നിയമങ്ങളുണ്ട്. ക്ലോസ് എന്നാണ് അവർ വൈമാനികർ വിളിക്കുന്നത്. ആ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് ഈ ക്ലോസ് കയറി എന്താണ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ കെയർ ഫ്രീ ആയിട്ട് മനൂവർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, അതായത് പൈലറ്റിന് ഏറ്റവും കുറച്ച് ഇൻപുട്ട് കൊടുക്കുകയും പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിക്ക് പകുതി മുക്കാലും കാര്യങ്ങൾ ഈ സിസ്റ്റം തന്നെ ചെയ്യണം, ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യണം. അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഡിസൈൻ വൈസ് അത്ര സ്റ്റേബിളൊന്നുമല്ല. എന്നാൽ ഈ സാധനം FCSഉം ഈ ക്ലോസും എല്ലാം കൂടെ കൂടിയിട്ട് അങ്ങനെയാണ് ഈ സാധനത്തിനെ പറപ്പിച്ചുകൊണ്ട് പോകുന്നത്. എങ്ങനെയാണ് പിന്നെ ഈ അപകടം ഉണ്ടായത്? അപ്പോൾ അങ്ങനെ ഈ ഒരു 4 ചാനൽ ഉണ്ടെന്ന് പറഞ്ഞതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കുമോ? എന്താണ് ഒരു നിഗമനം നമുക്ക് പറയാൻ കഴിയുക? ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ക്ലോസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ക്ലോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ ഓഫ് അറ്റാക്കിനെ ക്ലോസ് കയറി ഗവേൺ ചെയ്യും. ഒരു പർട്ടിക്കുലർ ആംഗിളിൽ മേലെ, അതായത് വൈമാനികന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് ഉള്ള ആംഗിൾ ഓഫ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ സപ്രസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു 8G ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ക്ലോസ് ഇതിനെ കട്ട് ചെയ്യും. നെഗറ്റീവ് ഗ്രാവിറ്റി ആണ് പ്രശ്നം എന്നാണല്ലോ ഇപ്പോൾ എല്ലാവരും പറഞ്ഞത്. നെഗറ്റീവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് -3G എത്തിക്കഴിഞ്ഞാൽ ഇത് അവിടുന്ന് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ എയർ ഷോ പോലുള്ള കുറച്ച് അഗ്രസീവായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ഡോഗ് ഫൈറ്റിൻ്റെ സമയത്ത് ഇത് വെച്ച് എന്താ പറയുക ഒരു വൈമാനികനെ പിടിച്ചു ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനെ ഓവർ റൈഡ് ചെയ്യാനായിട്ട് അതിൻ്റെ അകത്ത് ഓൾറെഡി സ്വിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഓവർ റൈഡ് എടുത്തിട്ടുണ്ടോ അല്ലയോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടത്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ -G കൊണ്ട് ഒരു പൈലറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത് പോവില്ല. ചില സമയത്ത് ഒബ്വിയസ്ലി എയർ ഷോ പ്രദർശനമാണ്, 4 പേര് കാണേണ്ടതാണ്, ഇത് പെർഫോമൻസ് നന്നാവേണ്ടതുണ്ട്. ആ ഒരു പെർഫോമൻസ് പ്രഷറിൽ ഇദ്ദേഹം ഇതിനെ ഓവർ റൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള, അത് പാഡിൽ ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മുഴുവൻ ഈ -3G മേളിലോട്ട് ഉള്ള നെഗറ്റീവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരാത്ത രീതിക്ക് നോക്കേണ്ടിയ ഫ്ലൈറ്റിനെ അങ്ങനെ അല്ലാതെ പൈലറ്റിന് തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴും FCS ഒക്കെ അവിടെ ഉണ്ട്. എന്താ പറയുക, നല്ല രീതിക്ക് ഇതിനെ ആ സ്റ്റെബിലിറ്റിയൊക്കെ FCSൻ്റെ അകത്തുനിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു എന്താ പറയുക
ഇത് മാത്രം ചില സംവിധാനങ്ങൾ മാത്രം ഓവർ റൈഡ് ചെയ്ത് പോകാനുള്ള ഒരു രീതിയുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് ഈ ഒരു ഷോ ആണല്ലോ, അപ്പോൾ ഇങ്ങനെ ആ രീതിയിൽ പരമാവധി ആളുകളെ ത്രസിപ്പിക്കുന്ന രീതിയിൽ സംഗതി അതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ചില ഓട്ടോമാറ്റിക് സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് അത് മാനുവലിലേക്ക് മാറ്റിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും വന്നിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ളൊരു പ്രശ്നമാണോ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അന്വേഷണം കഴിഞ്ഞിട്ട് മാത്രമേ അറിയാൻ കഴിയും. ബട്ട് ഇത് നമ്മളെ ബാധിക്കുമോ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്? നമ്മൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് തേജസ് പല രാജ്യങ്ങളും ഇതിനെപ്പറ്റി അർമീനിയ ചർച്ച ചെയ്യുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അർമീനിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അസർബൈജാൻ ഇപ്പോൾ അർമീനിയ ഇത് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അസർബൈജാൻ അറിയാമല്ലോ, പാകിസ്ഥാനിൽ നിന്ന് അവർ JF-17 മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അർമീനിയ അർമീനിയയും അസർബൈജാനും തമ്മിലൊരു യുദ്ധ സമാനമായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. അർമീനിയ ഇതിൻ്റെ അകത്ത് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അർമീനിയ ബ്രഹ്മോസിൻ്റെ അകത്ത് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തേജസിൻ്റെ അതും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് വേറെ പലതും ഓപ്ഷൻസ് അവർ നോക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടു ഈ ഒരു വിഷയത്തോടു പോയിട്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിനാണല്ലോ തേജസ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. പുറത്തേക്ക് നമ്മൾ ഈ ഒരു വാർത്തയുടെ, ഈ ഒരു നെഗറ്റീവ് വാർത്തയുടെ പേരിൽ തേജസിൻ്റെ കൊമേഴ്ഷ്യൽ താല്പര്യങ്ങൾ നാളെ ഹനിക്കപ്പെടുമോ ആണല്ലോ വൈദ്യുതി ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിന് കിട്ടാനുള്ള തേജസ് കിട്ടി കഴിഞ്ഞിട്ടല്ലേ പുറത്തു കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പം പിന്നെ അത് എന്തുമാത്രം എന്താ ഹനിക്കപ്പെടുമെന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം ഇനി ഒരു കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ തേജസിൻ്റെ തന്നെ Mark 1 വരുന്നുണ്ട്, അത് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ റഡാറിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താൻ പോകുന്നു. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇനിയും അതായത് ഇതിൻ്റെ അകത്ത് ഇൻ്റഗ്രേഷൻസ് ഒരുപാട് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു വളരെ നല്ല ഡിസൈൻ ആയിട്ട് തന്നെ. വേറൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻജിൻ കുറച്ച് എന്താ പറയുക പവർ കുറവാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ ഈ വിമാനത്തിന് അത് മതി. ഇതിൻ്റെ അകത്ത് നിലവിലുള്ള കോൺഫിഗറേഷനിൽ അത് മതി. ഇതനുസരിച്ചിട്ട് കൂടുതൽ വെയിറ്റ് എടുത്തു പോകാനായിട്ടുള്ള ആവശ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇനി കുറച്ചുകൂടെ പവർ കൂടിയ ഇത് നോക്കിയാൽ മതി. പവർ ഇപ്പം റിലേറ്റീവ്ലി സുഖോയിയെക്കാട്ടി കുറഞ്ഞ പവറുള്ള ഒരു എൻജിനാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് മൈലേജ് കൂടുതലിട്ട് അത് വേണ്ട. അല്ല മൈലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. ദീർഘദൂരം പോയി ഒരു ആക്രമണം നടത്തി തിരിച്ചു വരിക എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് മൈലേജ് എന്ന് പറഞ്ഞത് തമാശയായിട്ട് പറഞ്ഞായിട്ട് കൂട്ടിയാൽ മതി. പക്ഷേ ഇതൊരു പാരാമീറ്ററാണ്. ബാംഗ്ലൂർ എയർ ഷോയിൽ 2 പ്രാവശ്യം ഇത് നേരിട്ട് കാണാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും വളരെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ വെട്ടി ഒഴിഞ്ഞുള്ള പല വളരെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് തേജസ് കാഴ്ചവെക്കുന്നത് കണ്ടിട്ടുള്ളത്. വളരെ ഇതായിട്ടാണ് കാഴ്ചവെക്കുന്നത്. അതിപ്പോൾ പറയുന്നത് ശരിയാണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ശരിയാണ്. കാര്യം എയർ ഷോയ്ക്ക് സ്വാഭാവികമായിട്ടും അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറച്ചുകൂടി തേജസ്സിന് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ, അങ്ങനെ ആയിരിക്കാം. പക്ഷേ എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തേജസ് ഒരു അഭിമാനം തന്നെയാണ്. എന്തായാലും അത് നമ്മുടെ വ്യോമസേനയുടെ മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റങ്ങൾ വരുത്താനിപ്പോൾ എയർ ഷോയ്ക്കിടെ അപകടങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്, അപൂർവമല്ല അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു വലിയ തിരിച്ചടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? അങ്ങനെ അല്ല, തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ F-16 അമേരിക്കൻ വിമാനങ്ങളിലൊക്കെ ഉള്ള ഒരു സംവിധാനമുണ്ട്, ഓട്ടോ GCAS എന്ന് പറഞ്ഞിട്ട്, ഓട്ടോ ഗ്രൗണ്ട് കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം. അതായത് താഴേക്ക് പോവുകയാണ്, ഇത് പോയി നിലത്തിടിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ വിമാനം തന്നെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ എടുത്തിട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോകുന്ന പരിപാടി. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ലോ സ്പീഡ് റിക്കവറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്, അതായത് വിമാനത്തിന് സ്പീഡ് കുറഞ്ഞു പോയിട്ട് ഇത് സ്റ്റാളാവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അതിനെ എടുത്തുകൊണ്ട് പോകുന്ന വേറൊരു സിസ്റ്റം. അത് തേജസിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. ഇനി ഓട്ടോ GCAS ആണ് നമുക്കില്ലാത്തത്. അതുകൂടി എന്താ പറയുക, ഇതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പരിപാടി വല്ലതും നോക്കുമോ ഇല്ലയോ എന്നുള്ളതും അറിയാൻ പാടില്ല. മേ ബി അടുത്ത വെർഷൻ. ഇതിപ്പോൾ നമ്മൾ ഭാരതം ഡിസൈൻ ചെയ്യുന്ന 2ാമത്തെ ഫ്ലൈറ്റാണ് തേജസ്.
പഴയൊരു മാരുതുണ്ട്, മാരുതുണ്ട്, അതെ, HAL മാരുത്. HAL മാരുത്. അത് കഴിഞ്ഞിട്ടുള്ള തേജസ് മേ ബി അടുത്തതിൻ്റെ അകത്ത് ഓട്ടോ GCAS വരുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടുതൽ മാറ്റങ്ങളുണ്ടാവും. അപകടങ്ങൾ ഉണ്ടാവാതെ തന്നെ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷനിലാണെങ്കിൽ പോലും ഒരു പൈലറ്റിൻ്റെ ഒരു എറർ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ജിയിൽ പൈലറ്റിന് റെഡ് ഔട്ട് ആയി കാണുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അങ്ങനെ റെഡ് ഔട്ട് ആയാൽ പോലും ഓട്ടോ GCAS ക്ലിക്കിനാവും. പൈലറ്റ് ഒന്നും ചെയ്യാനാവാതെ സ്തബ്ധനായിട്ട് നിന്ന് പോകുന്ന ഒരു സമയത്ത് ഈ എയർക്രാഫ്റ്റിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം തന്നെ എടുത്ത് മേളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ് ഓട്ടോ GCAS എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു എന്താ പറയുക, പൈലറ്റ് എറർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂ, ഈ പൈലറ്റിൻ്റെ നെഗറ്റീവ് ജി കൊണ്ട് റെഡ് ഔട്ട് ഉണ്ടായാൽ പോലും ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ആ ഒരു പൈലറ്റിൻ്റെ ജീവൻ അവിടെ രക്ഷിക്കാൻ പറ്റും. മാത്രവുമല്ല, ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തേജസിൻ്റെ അകത്ത് ഉള്ള ഈ ഇജക്ഷൻ സീറ്റ് എന്ന് പറഞ്ഞാൽ 00 ആയിട്ടുള്ള 00 ഇജക്ഷൻ സീറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ഇജക്ഷൻ മെക്കാനിസമാണ്. അതായത് 0 ആൾട്ടിറ്റ്യൂഡിൽ 0 സ്പീഡിൽ സാധനം ഇജക്റ്റ് ചെയ്യും. വലിച്ചു കഴിഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡും വേണ്ട, സ്പീഡും വേണ്ടാത്ത സമയത്ത് പോലും ഈ ഇജക്ഷൻ സീറ്റ് വർക്ക് ചെയ്യുകയും ചെയ്യും. പൈലറ്റിൻ്റെ ജീവൻ അപകടത്തിനും പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും നല്ലൊരു ഇജക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു സാധനമായിട്ട് പോലും ഇജക്ഷന് ശ്രമിച്ചിരുന്നെങ്കിൽ അത് നടന്നേനെ. അപ്പോൾ പൈലറ്റിന് എന്തോ അപകടം പറ്റിയതായിരിക്കാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. പൊതുവെ ഈ തേജസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് അതൊരു വലിയ ഫൈറ്റർ, അതായത് ഏറ്റവും അത്യാധുനിക ഫൈറ്ററായിട്ടൊന്നും കരുതുന്ന അല്ല, പക്ഷേ എങ്കിലും അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് എന്ന് ആണ് പൊതുവെ പറയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? 4 പതിറ്റാണ്ടിൻ്റെ സ്വപ്നമാണ് തേജസ് ഇപ്പോൾ പറക്കുമ്പോൾ പൂവണിയുന്നത്. കുറച്ചേറെ പണിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്തിയത്. ഇതിൻ്റെ അകത്ത് തന്നെ എൻജിൻ കിട്ടാനായിട്ട് നമുക്ക് ഉള്ള പ്രശ്നങ്ങൾ അത് എല്ലാവരും കണ്ടതുമാണ്, അറിഞ്ഞതുമാണ്. സാഫ്രാൻ്റെ ഒരു കൊളാബറേഷനിൽ നമ്മൾ പുതിയൊരു എൻജിൻ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാരതം സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കംപ്ലീറ്റ് ഓട്ടോണമസ് ആയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിലേക്കുള്ള അവസാന പടിയായിരിക്കട്ടെ തേജസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. അതായത് നമ്മൾ നാളെ ഒരു പുതിയ ഫ്ലൈറ്റ്, ഒരു യുദ്ധവിമാനം 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവസാനം വരെ എൻജിൻ വരെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കി തികച്ചും ആത്മനിർഭരമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചുവടുവെപ്പാണ് തേജസ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് എന്ത് പരാജയം ഉണ്ടായാലും, അത് എത്ര ചെറിയ ഒരു എന്താ പറയുക ഡിഫക്റ്റ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിനെ ആവർത്തിക്കാതെ മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ഇങ്ങനെയൊരു ഉദ്യമത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ആ ഒരു പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും തേജസിൻ്റെ സിഗ്നിഫിക്കൻസ്. പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക എന്ന് പറയുമ്പോൾ ചിരിക്കണ്ട. കാരണം പരാജയങ്ങളില്ലാതെ അല്ലെങ്കിൽ ഡിഫക്റ്റുകളില്ലാതെ നമ്മൾ പാഠം പഠിക്കില്ല. അതാണ് പ്രശ്നം. ഇക്കണ്ട കാലം മുഴുവൻ നമ്മൾ യുദ്ധവിമാനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി മേടിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റിയത് അതാണ്. നമ്മൾ പരാജയപ്പെട്ടില്ല, നമുക്കതുകൊണ്ട് പാഠങ്ങളുമില്ല. There is no failures, there is no lessons.